നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ തുടർച്ചയായി ഉണ്ടായ സ്ഫോടനങ്ങൾ അതിലുള്ള അതായത് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയെന്നാണ് ഇന്ത്യ പറയുന്നത്. ഇന്ത്യ അവരുടെ മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു എന്ന് മാത്രമല്ല പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനമാകെ തകർക്കുന്ന നിലയിലേക്ക് ഈ ആക്രമണം മാറുകയും ചെയ്തു. പാകിസ്ഥാൻ ഇന്ത്യയിലെ 16 നഗരങ്ങളെ ലക്ഷ്യമിട്ടിരുന്നു. അവന്തിപുര, ശ്രീനഗർ, ജലന്ധർ, അമൃത്സർ തുടങ്ങി 16 നഗരങ്ങളെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ മിസൈൽ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ആ മിസൈൽ ആക്രമണം ഇന്ത്യ ഫലപ്രദമായി തന്നെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ആകാശത്ത് വെച്ച് തന്നെ 2 മിസൈലുകളും ചെറുത്ത് ചിതറിക്കുകയും ചെയ്തു ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം. അതേസമയം പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ അപ്പാടെ തകർത്തുകൊണ്ട് ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് ഇന്ത്യ ഇതിന് തിരിച്ചടി നൽകിയത്. ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യയുടെ S-400 മിസൈലുകളാണ് പാകിസ്ഥാന്റെ മിസൈലുകളെ ഭേദിച്ചത്. വളരെ ഫലപ്രദമായി തന്നെ ചൈനയിൽ നിർമ്മിച്ച മിസൈലുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത്. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതിനെ റഷ്യൻ നിർമ്മിത മിസൈലുകൾ കൊണ്ട് ഇന്ത്യ പൂർണ്ണമായും പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ഈ വ്യോമാക്രമണത്തെ ശക്തമായി ചെറുത്തതിലൂടെ പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ്. ഇങ്ങോട്ട് ചെറിയ ആക്രമണവുമായി വന്നാൽ പോലും അത് ആക്രമണം നടത്തുന്ന സംവിധാനങ്ങളെ അപ്പാടെ തകർക്കും എന്ന സന്ദേശമാണ് ഇതിലൂടെ ഇന്ത്യ നൽകിയിരിക്കുന്നത്.